Good afternoon all. ലെക്ചറർ പോളിയുടെ പുതിയ ഒരു സബ്ജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കോർ പേപ്പർ ആണ് ഓൾറെഡി നിങ്ങൾക്ക് സെമി കണ്ടക്ടർ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും ബേസിക് ഇലക്ട്രോണിക്സിൽ നിന്ന്. ഇനി നമ്മൾ പാരലായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ഈ ഒരു മോഡ്യൂളിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ബേസിക്സ് ആണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്താണെന്നുള്ളതും ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതും എന്തിനാണ് നമ്മൾ ഓപ്പറേഷൻ നമുക്ക് ഓൾറെഡി പാസീവ് കമ്പോണൻസ് വെച്ചിട്ട് നമുക്ക് ആംപ്ലിഫയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ കോഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് RC കപ്പിൾഡ് ആംപ്ലിഫയർ, അതുപോലെ തന്നെ അതിന്റെ മൾട്ടി സ്റ്റേജ്, അങ്ങനെ പെറ്റ് വെച്ചിട്ട് ഒക്കെ നമ്മൾ ആംപ്ലിഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതുപോലെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഈ ബേസിക്സിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ്, ഒരു 4-5 പ്രോബ്ലംസും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തു പോകും. ഓക്കെ, സോ ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഇപ്പോൾ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് 4 സ്റ്റേജസ് ആണ് ഉള്ളത്. 4 സ്റ്റേജസ്. ഇപ്പോൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് നമ്മൾ സാധാരണ നമ്മൾ ബേസിക് പാസീവ് എലമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു ഇൻപുട്ട് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഒരു സൈൻ വേവ് നമ്മൾ ഇങ്ങനെ ഒരു ആംപ്ലിഫയർ നമ്മൾ ജസ്റ്റ് നമ്മൾ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ആംപ്ലിഫയർ ഉണ്ട് നമുക്ക്. This amplifier will amplify whatever we are given to input of this amplifier. അല്ലെ. അപ്പൊ ഇത് ഇൻപുട്ട് സിഗ്നൽ ആണ് അല്ലെ. അപ്പൊ ഇതൊരു AC സിഗ്നൽ ആണെന്ന് വിചാരിക്കുക, ഒരു സൈൻ വേവ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും? ഔട്ട്പുട്ടില് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും. ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും അല്ലെ. സോ ദിസ് ഔട്ട്പുട്ട് സിഗ്നൽ. ഇവിടെ നമുക്ക് ഒരൊറ്റ ഇൻപുട്ട് ടെർമിനലേ ഉള്ളൂ. ഇൻപുട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു ടെർമിനൽ മാത്രമേ ഉള്ളൂ അല്ലെ. ഔട്ട്പുട്ട് നമ്മൾ ഒരു ടെർമിനലിൽ നിന്ന് എടുക്കും. അതായത് സിംഗിൾ എൻഡഡ് ഇൻപുട്ട് ആണ് ഇവിടെ സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഫസ്റ്റ് സ്റ്റേജ്, അത് അവിടെയാണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സ്റ്റേജിനെ നമ്മൾ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് സ്റ്റേജിൽ നമുക്ക് 2 ഇൻപുട്ട് ടെർമിനൽസും ഉണ്ട്. 2 ഇൻപുട്ട് ടെർമിനൽസ്. ഓക്കെ, അപ്പൊ ഡ്യുവൽ ഇൻപുട്ട് ആണ് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഡബിൾ, സിംഗിൾ എൻഡഡ് അല്ല, അതായത് ഡ്യുവൽ അല്ലെങ്കിൽ ഡബിൾ എൻഡഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ടെർമിനൽസ് നമുക്ക് 2 എണ്ണം ഉണ്ട്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പ്ലസ് ടെർമിനൽ ആൻഡ് മൈനസ് ടെർമിനൽ. പ്ലസ് ടെർമിനലിനെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്നും മൈനസ് ടെർമിനലിനെ നമ്മൾ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്നാണ് പറയുക. അപ്പൊ 2 ഇൻപുട്ട് ഉണ്ട്. ഈ 2 ഇൻപുട്ടും നമ്മൾ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് സ്റ്റേജിലേക്ക് നമ്മൾ കൊടുക്കും. സോ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്താണ് അപ്പൊ ആംപ്ലിഫൈ ചെയ്യുന്നത്? ഡിഫറൻസ് ഓഫ് ദീസ് 2 ഇൻപുട്ട് സിഗ്നൽ ആണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ സിഗ്നൽ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. സോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഈസ് ഇൻപുട്ട് സ്റ്റേജ്. ഇറ്റ് ഈസ് കോമൺലി എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിരിക്കും ഇത്. ഓക്കെ, ഇപ്പൊ ഇതൊരു ആംപ്ലിഫയർ ആണ്. ഇറ്റ് വിൽ ഹാവ് സം ഗെയിൻ, ഒരു ഗെയിൻ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ഔട്ട്പുട്ടിൽ ഗെയിൻ ടൈംസ് ഡിഫറൻസ് ഓഫ് ദിസ് ഇൻപുട്ട്, അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ടും എന്താണ്? നമുക്ക് ഡ്യുവൽ ഔട്ട്പുട്ട് ആണ്, അതായത് ഡബിൾ എൻഡഡ് സിഗ്നൽ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ആ ഔട്ട്പുട്ടിനെ നമ്മൾ ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് കൊടുക്കും. ഇറ്റ് ഈസ് അഗെയിൻ എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിത്ത് സം അതർ ഗെയിൻ. വേറെ എന്തെങ്കിലും ഒരു ഗെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നെയായിരിക്കും ഇത്. അപ്പൊ നമ്മൾ ഇവിടെ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇതും ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ആംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സ്റ്റേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉള്ളത് കാരണം തന്നെ നമുക്ക് എന്താണ്, the input will be amplified much. നമുക്ക് ഭയങ്കര ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമുക്ക് ഇവിടെ കൂടുതലാണ്, അല്ലെങ്കിൽ ഗെയിൻ നമുക്ക് സാധാരണ ആംപ്ലിഫയറിനെ കഴിഞ്ഞും കൂടുതലായിട്ട് കിട്ടും. കാരണം എന്താണ്? ബിക്കോസ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ കൺസിസ്റ്റ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് ഗെയിൻ ഓഫ് ഈച്ച് സ്റ്റേജ് ആയിരിക്കും നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നലിന്റെ ഗെയിൻ ആയിട്ട് വരിക.
ഓക്കെ, അത്രയും മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് വരും. അപ്പൊ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇൻപുട്ട് സ്റ്റേജസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വരണത് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ആണ്. അപ്പൊ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു അല്ല ഓഫ്സെറ്റ് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ DC ലെവൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സിഗ്നൽ കിട്ടും, നമുക്ക് DC ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലെവൽ ഷിഫ്റ്റർ അല്ലെങ്കിൽ ലെവൽ ട്രാൻസ്ലേറ്റർ നമ്മൾ യൂസ് ചെയ്യണം. And after level shifting or translating, it will be given to output stage. ഔട്ട്പുട്ട് സ്റ്റേജ് സാധാരണയായിട്ട് നമുക്ക് പവർ ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു പവർ ആംപ്ലിഫയർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. യൂഷ്വലി പുഷ് പുൾ ആംപ്ലിഫയർ ഒക്കെ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഔട്ട്പുട്ട് വിൽ ബി എന്തായിരിക്കും? ഇറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ, ഡിഫറൻസ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ മൾട്ടിപ്ലൈഡ് വിത്ത് ഗെയിൻ ഓഫ് ദീസ് സ്റ്റേജസ് അല്ലെ. അപ്പൊ ആ ഗെയിൻ എന്ന് പറയുന്നത് ഞാൻ A ആയിട്ട് എടുത്തു. A ഈസ് ദ ഗെയിൻ ഓഫ് ദിസ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു A ടൈംസ്, ഇവിടെ എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നത്? ഞാൻ ഫസ്റ്റ് നോൺ ഇൻവേർട്ടിംഗിൽ V1 ഉം ഇവിടെ V2 ആണ് കൊടുക്കണമെങ്കിൽ A ഇൻറ്റു V1 മൈനസ് V2 എന്നുള്ളതായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് VO ആയിട്ട് കിട്ടുന്നത്. VO is equal to A into V1 minus V2. അപ്പൊ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ആണിത്. കൺസിസ്റ്റ് ഓഫ് 4 സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജ് ഇസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് DIBO, ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. രണ്ടാമത്തെ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സ്റ്റേജസ് ഒക്കെ ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആണ്. ഓക്കെ, ഇനി ലെവൽ ഷിഫ്റ്റർ നമ്മൾ സാധാരണ DC ലെവൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒരു എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുക അല്ലെ. എമിറ്റർ ഫോളോവറിന്റെ പ്രത്യേകത എന്താണ്? എമിറ്റർ ഫോളോവറിന്റെ ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഈ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് നമുക്ക് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. എന്താണോ ഇവിടെ വരുന്നത് അതിന്റെ DC ലെവൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിവിടെ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എമിറ്റർ ഫോളോവർ വിത്ത് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആണ്. ചിലപ്പോൾ ചോദിക്കാം, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, ദ ലെവൽ ഷിഫ്റ്റിംഗ് ബ്ലോക്ക് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഈസ്, എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് തരും. ഇറ്റ് ഈസ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ, കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പം എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത് കോമൺ കളക്ടർ ആംപ്ലിഫയർ ആണ്. എമിറ്റർ ഫോളോവർ അതിന്റെ മറ്റൊരു പേരാണ് കോമൺ കളക്ടർ ആംപ്ലിഫയർ. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കണം. പിന്നെ ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് പവർ ആംപ്ലിഫിക്കേഷൻ ആണ്. പവർ ആംപ്ലിഫിക്കേഷൻ യൂഷ്വലി വി ആർ യൂസിങ് കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. പവർ ആംപ്ലിഫിക്കേഷൻ നമ്മൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി പുഷ് പുൾ ആംപ്ലിഫയേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ ഇനി നെക്സ്റ്റ് പഠിക്കും, നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് ഈ ഓപ്പ് ആമ്പിന്റെ ഔട്ട്പുട്ട് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ബ്ലോക്ക് ഡയഗ്രാം, സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എനി ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഒന്നുകൂടെ പറയാം, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഫസ്റ്റ് സ്റ്റേജ്. കൺസിസ്റ്റ് ഓഫ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ഡിഫറൻഷ്യൽ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡ്യുവൽ ഇൻപുട്ട് ഉണ്ട്, ഡിഫറൻസ് ഓഫ് ദ ഇൻപുട്സിനെയാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് പ്ലസ് ടെർമിനലിലേക്കാണ് കണക്ട് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലസ് ടെർമിനലിനെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണെന്ന് പറയാം. നെഗറ്റീവ് ടെർമിനലിനെ നമ്മൾ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണെന്ന് പറയാം. ഇവിടെ ഔട്ട്പുട്ടിൽ നമുക്ക് വരുന്നത് V1 മൈനസ് V2നെ ഗെയിൻ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരിക. ലെറ്റ് A ബി ദ ഗെയിൻ ഓഫ് ദിസ് ആംപ്ലിഫയർ, then A into V1 മൈനസ് V2 ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നെ, പക്ഷെ അത് ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇനി ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് DC ലെവൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ സിഗ്നൽ വേണമെങ്കിൽ ഒന്ന് അപ്പിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്ക് ഡൗണിലേക്കോ ഒക്കെ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മളിത് യൂസ് ചെയ്യുക, ലെവൽ ഷിഫ്റ്റ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ആണ് വിത്ത് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. അതിനെ നമ്മൾ കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്ന് പറയും. ലാസ്റ്റ് സ്റ്റേജ് ഔട്ട്പുട്ട് സ്റ്റേജ് ആണ് വേർ വി ആർ യൂസിങ് പവർ ആംപ്ലിഫയർ ഓഫ് കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ടൈപ്പ് ആംപ്ലിഫയർ. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം. ഇനി ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ ഈ ബ്ലോക്ക് ഡയഗ്രാം വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? It consists of, definition will be, it consists of direct coupled high gain amplifier. High gain amplifier ആണ്. എന്തുകൊണ്ടാണ്? Because
The operational amplifier consists of multi-stage amplification. അല്ലെ, multi-stage amplification പറയുമ്പോൾ ഓരോ സ്റ്റേജസിന്റെയും ഗെയിൻ എന്താണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും ഓവറോൾ ഗെയിൻ വരുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് multi-stage amplification. അതുകൊണ്ടാണ് ഹൈ ഗെയിൻ വരുന്നത്. ഓക്കെ, വിത്ത് വൺ ഓർ മോർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രത്തിൽ നമുക്ക് 2 സ്റ്റേജസ് ഉണ്ട്. സോ വി ക്യാൻ ഹാവ് മോർ ദാൻ ദിസ്. അല്ലെ, ഇന്റർമീഡിയറ്റ് സ്റ്റേജസ് നമുക്ക് എത്ര വേണമെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം ഡ്യുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിരിക്കും മാത്രമേ. So it is a high gain amplifier with one or more differential amplifiers followed by a level shifter or level translator, and then last stage is output stage, which is a complementary symmetry push-pull amplifier. So this is the definition of a operational amplifier. What is the use of operational amplifier? എന്തിനാണ് നമ്മൾ operational amplifier എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണേ എന്നുള്ളതാണ്. അല്ലെ, മെയിൻലി എന്താണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആംപ്ലിഫൈ സിഗ്നൽസ്. അല്ലെ, സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്ത് തരും. അല്ലെ, അതിൽ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. അല്ലെ, മോർ ദാൻ വൺ സ്റ്റേജസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ഉണ്ട്. സോ ദിസ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ and it is used for the following operations. എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്? It can amplify both DC and AC signal. DC സിഗ്നലും നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കാം. അല്ലെ, ഇവിടെ V1 - V2 നമ്മൾ V1 V2 കണ്ടില്ലേ? V1 V2 V1ഉം V2ഉം DC ആവാം അല്ലെങ്കിൽ AC-യും ആവാം. അപ്പൊ AC സിഗ്നലിനെയും DC സിഗ്നലിനെയും ഇതെന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും ഓപ്പറേഷണൽ ആംപ്ലിഫയർ. So it is used to amplify both AC and DC signals. അപ്പൊ ആംപ്ലിഫിക്കേഷൻ ചെയ്ത് തരുന്ന എത്രയാണോ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ അത്രയും ടൈംസ് ആംപ്ലിഫൈ ചെയ്തിട്ട് തരും. Then it is also used for addition of 2 signals. അപ്പൊ ഇത് നമുക്ക് സർക്യൂട്ട് പഠിക്കാനുള്ളതാണ്, നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളതാണ്. അഡീഷൻ ഓഫ് 2 സിഗ്നൽസ് ഇതും പഠിക്കാനുള്ളതാണ്. ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ 2 സിഗ്നൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ സിഗ്നൽ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതിന്റെ സർക്യൂട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സിഗ്നൽസ് സബ്ട്രാക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, സബ്ട്രാക്ടർ ആയിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ ഓപ്പാമ്പ് ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓപ്പാമ്പ് ഓസിലേറ്റർ ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയണം. ഫിൽട്ടേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓപ്പാമ്പിനെ നമുക്ക് ഇന്റഗ്രേറ്റർ ലോ പാസ് ഫിൽട്ടർ ആയിട്ടും അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റർ ഹൈ പാസ് ഫിൽട്ടർ ആയിട്ടും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. വോൾട്ടേജ് റെഗുലേഷനിൽ ഓപ്പാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഓപ്പാമ്പിന്റെ അപ്ലിക്കേഷൻസ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. ഇതിലെ ഓരോ അപ്ലിക്കേഷനും നമുക്ക് അതിന്റെ സർക്യൂട്ട്, അതിന്റെ അനാലിസിസ്, അതിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ. ഇനി നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ എങ്ങനെയാണ് ഒരു സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുന്നത്, ബേസിക് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിന്റെ സിമ്പിൾ നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിലാണ് നമ്മൾ നേരത്തെ കണ്ടത്. ബ്ലോക്ക് ഡയഗ്രം ആണ്, നമുക്ക് 4 സ്റ്റേജസ് ഉണ്ടെന്നൊക്കെ. അപ്പൊ എപ്പോഴും സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സിമ്പിൾ ആയിട്ടാണ്, ഈ ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ പറയാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഈ 4 സ്റ്റേജസ് വരും. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് സ്റ്റേജിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് 2 ഇൻപുട്ട്സ് ഉണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ഇൻവേർട്ടിംഗ് ഇൻപുട്ടും. പ്ലസ് സൈന് അല്ലെങ്കിൽ പ്ലസ് ടെർമിനലിലേക്ക് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് Vin പ്ലസ് കൊടുക്കും. നെഗറ്റീവ് ടെർമിനലിലേക്ക് നമ്മൾ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് Vin മൈനസ് കൊടുക്കും. ഇനി ഇതെന്ത് ചെയ്യും? ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ Vin പ്ലസ് മൈനസ് Vin മൈനസ് എത്രയാണോ അതിനെയാണ് ഇത് ആംപ്ലിഫൈ ചെയ്യുക. അല്ലെ, അപ്പൊ ആ ആംപ്ലിഫൈ ചെയ്യുന്നത് നമുക്ക് മോർ ദാൻ 1 സ്റ്റേജസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഇതിനകത്ത് നടക്കും. ആൻഡ് എൻറ്റയർ ഗെയിൻ ഓഫ് ദിസ് ആംപ്ലിഫയർ ലെറ്റ് ഇറ്റ് ബി എ ആണെന്ന് വിചാരിക്കുക. സോ ഔട്ട്പുട്ട് എന്ത് വരും? ഔട്ട്പുട്ട് വിൽ ബി എ ടൈംസ് Vin പ്ലസ് മൈനസ് Vin മൈനസ്. ഇതാണ് ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ എ എന്ന് പറയുന്നത് എന്താണ്? വേർ എ ഈസ് ദ ഗെയിൻ, എ ഈസ് ദ ഗെയിൻ ഓഫ് ഓപ്പാമ്പ് ആണ്. A is gain of op-amp. Okay, so ഇവിടെ എഴുതിയിട്ടുണ്ട് V out is equal to gain into Vin minus Vin plus minus Vin minus. Okay, ഇതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ ഗ്രാഫ് ഇനി ഇവിടെ 2 വേറെ കാര്യങ്ങളും കൂടി ഉണ്ട്, പ്ലസ് VCCയും മൈനസ് VEEയും. ആൻഡ് ദിസ് വിൽ ബി ആക്ടിങ് ആസ് ദ സപ്ലൈ വോൾട്ടേജ് ടു ദിസ്
ആംപ്ലിഫയർ, ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ ബയാസിംഗ് വോൾട്ടേജ്. നമുക്ക് നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ VCC കൊടുക്കുന്നുണ്ട് അല്ലെ, VCC കൊടുക്കുന്നുണ്ട്, കുറച്ച് പാസീവ് കമ്പോണൻസ് റെസിസ്റ്റർ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബയസിങ്. നമുക്ക് പ്രോപ്പർ ബയസിങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ ഇതൊരു IC ആണ്, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. അതിനെ നമുക്ക് പവർ ചെയ്യണം അല്ലെ, അതിനെ നമുക്ക് സപ്ലൈ കൊടുക്കണം. അപ്പൊ ആ സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലസ് VCCയും മൈനസ് VEയും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡ്യുവൽ സപ്ലൈ ആണ്. ഗ്രൗണ്ടും ഇതുമല്ല നമുക്ക് സാധാരണ ഓപ്പറേഷണൽ ആംപ്ലിഫയറിലുള്ളത്. അതിന്റെ പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് പ്ലസ് VC ആണെങ്കിൽ അതിന്റെ മോസ്റ്റ് നെഗറ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 അല്ല, മൈനസ് VEE ആണ്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഈ ഓപ്പ് ആമ്പ് വർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ, ഒരു AC സിഗ്നൽ ആണ് കൊടുക്കുന്നത്. അതിന്റെ ഡിഫറൻസ് സിഗ്നൽ എന്ന് പറയുന്നത് Vin പ്ലസ് മൈനസ് Vin മൈനസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ബ്ലാക്കിൽ കളർ വരച്ചിരിക്കുന്ന ഒരു സൈനസോയിഡൽ ആണെന്നുണ്ടെങ്കിൽ ഇത് A ടൈംസ് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് സെയിം ഫ്രീക്വൻസി ഉള്ള ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടും. സോ ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട്, ഇതാണ് നമ്മളുടെ V ഡിഫറൻസ് അല്ലെങ്കിൽ VID എന്ന് എഴുതാം. V ഇൻപുട്ട് ഡിഫറൻസ്, VID എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് ഡിഫറൻഷ്യൽ ഇൻപുട്ട് സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു A ടൈംസ് VID ആയിരിക്കും. വേർ VID ഇസ് ഈക്വൽ ടു Vin പ്ലസ് മൈനസ് Vin മൈനസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ബേസിക് ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ സർക്യൂട്ട് ഇത് ഈ ഒരു ട്രാക്ടറിൽ നമ്മൾ വരച്ചിരിക്കുന്നത് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ സിമ്പൽ ആണ്. ഇനി ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ഉണ്ട്, ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ഉണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ്, ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. നമ്മൾ നേരത്തെ കാണിച്ച ഇതേ സർക്യൂട്ട്, ഈ സർക്യൂട്ടിന്റെ ഉള്ളില്, ഈ ട്രാൻസ്പെറന്റ് ഉള്ളിൽ എന്തൊക്കെയാണ്, നമുക്ക് ആകെ ഈ ടെർമിനൽസ് മാത്രമേ നമ്മൾ പുറത്തേക്ക് വരച്ചിട്ടുള്ളൂ അല്ലെ. ഒരു ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഇൻപുട്ട് ഉണ്ട്, 2 ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടെർമിനൽ ഉണ്ട്. സപ്ലൈ വോൾട്ടേജസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടെർമിനൽ ഉണ്ട്. ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടെർമിനൽ ഉണ്ട്. അങ്ങനെ നമ്മൾ ടെർമിനൽ മാത്രമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ആ ട്രാൻസ്പെറന്റ് ഉള്ളിൽ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ Vin പ്ലസ് ഉണ്ട്, Vin മൈനസ് ഉണ്ട്. വി ആർ ഗോയിങ് ടു ആംപ്ലിഫൈ ദ ഡിഫറൻസ് ഓഫ് ദിസ്, ആൻഡ് ദ ഡിഫറൻസ് സിഗ്നൽ ഈസ് VID ഈസ് ഈക്വൽ ടു Vin പ്ലസ് മൈനസ് Vin മൈനസ്. ഇതാണ് നമ്മൾ ഇതിന്റെ ഇൻപുട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഈക്വലന്റ് സർക്യൂട്ടിൽ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് സ്റ്റേജിൽ എന്തുണ്ട്? ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് അപ്പിയറിംഗ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 ടെർമിനൽസ്, പ്ലസ് ആൻഡ് മൈനസ് ടെർമിനൽസിന്റെ ഇടയിൽ നമുക്ക് എന്തുണ്ട്? ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. Okay, ideally this input resistance will be infinite ആണ്. Okay, അതിനൊക്കെ റീസൺ ഉണ്ട്, അത് നമുക്ക് പറയാം. ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമുക്ക് പറയാം. ഐഡിയലി എന്താണ് ഇതിന്റെ റെസിസ്റ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഈ ഡിഫറൻസ് വരുന്ന സമയത്ത് ഇത് ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആണെങ്കിൽ നോ കറന്റ് വിൽ ബി ഫ്ലോയിങ്, അല്ലെങ്കിൽ ഐഡിയൽ കേസ് നമുക്ക് പോസിബിൾ അല്ലല്ലോ അല്ലെ. നമ്മൾ അത് തിയറി പറയുന്നതിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. പ്രാക്ടിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് നമുക്ക് പോസിബിൾ അല്ല അല്ലെ. അപ്പൊ അതൊരു ഹൈ വാല്യൂ ആയിരിക്കും മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും വളരെ ലോ ആയിരിക്കും, ലോ കറണ്ട് ആയിരിക്കും നമുക്ക് ഈ ഇൻപുട്ട് സ്റ്റേജസിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. സോ ഇൻ ഇക്വലന്റ് സർക്യൂട്ട് ദർ വിൽ ബി ആൻ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് വെരി 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 ഹൈ വാല്യൂ. ഇനി അതിന്റെ ഔട്ട്പുട്ട് സ്റ്റേജിൽ ഇതാണ്, ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഔട്ട്പുട്ട് എന്താണ് ശരിക്കും വരേണ്ടത്? ഇറ്റ് ഇസ് ദ ഗെയിൻ അല്ലെ. ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ A ആണെങ്കിൽ ഗെയിൻ ടൈംസ് ദ ഡിഫറൻസ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ വരേണ്ടത്, A ഇൻറ്റു VID എന്നുള്ളതാണ്. അപ്പൊ ഇത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇവിടെ വരുന്ന ഡിഫറൻസ് സിഗ്നല് ഗെയിനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഫുൾ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ടാകും. ഇറ്റ് വിൽ ബി കണക്റ്റഡ് ഇൻ സീരീസ് ടു ദിസ് ഔട്ട്പുട്ട് ടെർമിനൽ. ഔട്ട്പുട്ട് ടെർമിനലിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ആൻഡ് ദിസ് RO വിൽ ബി ഐഡിയലി 0, അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ലോ വാല്യൂ ആണ് അല്ലെ. RI ആണെങ്കിൽ എന്താണ്, RI ആണെങ്കിൽ വെരി ഹൈ വാല്യൂ ആണ്, RO ആണെങ്കിൽ ലോ വാല്യൂ ആണ്. സോ ദാറ്റ് എന്റെ ഈ ഔട്ട്പുട്ട് സ്റ്റേജിൽ വരുന്ന എല്ലാ വോൾട്ടേജും എന്ത് വരും, ഇവിടെ ഡ്രോപ്പ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഫുൾ ആയിട്ട് ഇവിടെ കിട്ടും അല്ലെ. ആൻഡ് ഇവിടെ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, അതിനോട് സീരീസ് ആയിട്ട് നമുക്കൊരു ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ആ ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്താണ്? ഇറ്റ് ഇസ് A ടൈംസ് VID ആണ്. സോ ഈ
RO വളരെ ലോ ആണെങ്കിൽ ദിസ് എൻറ്റയർ വോൾട്ടേജ് വിൽ ബി അപ്പിയറിംഗ് അറ്റ് ദിസ് ഔട്ട്പുട്ട് സിഗ്നൽ വി ഔട്ട് A into VID എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിസ് VCC and minus VE plus VCC and minus VE are used to bias this differential amplifier അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഓക്കെ, ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് നമുക്ക് എത്ര ഇപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു ഡിഫറൻസ് സിഗ്നൽ VID എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ വന്നു. ഓക്കെ, ഇത് 1 വോൾട്ട്, ഇത് -1, ഇത് -1 ആണെന്ന് വിചാരിക്കുക. ലെറ്റ് ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ വിൽ ബി 100 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരണം? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇത് 100 ഇത് -100, അത്രയും ടൈംസ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വരണം അല്ലെ, 100 വോൾട്ട് -100 വോൾട്ട് വരണം. പക്ഷെ ഇതൊരിക്കലും ഇവിടെ നമുക്ക് കിട്ടില്ല. ബിക്കോസ് നമ്മൾ ഇത് ഡ്രൈവ് ചെയ്യുന്നത് ഇതിന്റെ പരമാവധി നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിലേക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്നത് നമ്മുടെ 741 ഓപ്പാമ്പിനൊക്കെ നമ്മൾ പ്ലസ് VCC ആണെങ്കിൽ 15ഉം ഇത് -15ഉം ആണ് കൊടുക്കുക അല്ലെ. സോ വാട്ട് എവർ ബി ദി സപ്ലൈ, ഇത് ഡ്യുവൽ സപ്ലൈ ആണ്. അപ്പൊ ഇത് എത്രയാണോ അത്രയും മാത്രമേ നമുക്ക് ഇവിടെ ലിമിറ്റ് ചെയ്തിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ പ്ലസ് VCCയിൽ ഈ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് സാച്ചുറേറ്റഡ് ആവും, +15 സാച്ചുറേറ്റഡ് ആവും. അതുപോലെ ഇവിടെ എന്താകും? ഇവിടെയും ഇത് സാച്ചുറേറ്റഡ് ആവും, -15. ഇത് -15, ഇത് +15. ഇനി ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് 100 വോൾട്ട് വേറെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 100 വോൾട്ട് വരെ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത്. സോ ഓൾവേസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ലിമിറ്റഡ് ടു ദ സപ്ലൈ വോൾട്ടേജിലേക്ക് ലിമിറ്റ് ചെയ്യും. പോസിറ്റീവ് സൈഡിൽ പ്ലസ് VCCയിലേക്കും നെഗറ്റീവ് സൈഡിൽ -VEയിലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. കാരണം ആ ഭാഗത്ത് നിന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് തെറ്റ് വരാറുണ്ട്. അതുകൊണ്ടാണത് പറയേണ്ടത്. അപ്പൊ ഇതാണ് ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത അതിന്റെ ഐഡിയൽ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഐഡിയൽ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് ആണ്. ട്രാൻസ്ഫർ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് is the graph plotted between input voltage and output voltage അല്ലെ. ഒരു ഇൻപുട്ട് ക്വാണ്ടിറ്റിയും ഔട്ട്പുട്ട് ക്വാണ്ടിറ്റിയും തമ്മിൽ വരയ്ക്കുന്ന കർവിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നത്. ഇത് വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് ആയത് കാരണം ഇൻപുട്ട് വോൾട്ടേജ് വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ് അതാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് ഓപ്പാമ്പിന് നമുക്ക് 2 ഇൻപുട്ട് ആണ്, Vin പ്ലസും Vin മൈനസും ഉണ്ട്. അതിന്റെ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. സോ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറൻസ് വോൾട്ടേജ് ആണ്, ഡിഫറൻസ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് VID. ഔട്ട്പുട്ട് നമുക്ക് VO ആണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളുടെ ഇക്വേഷൻ എഴുതിയത്? VO is equal to A into VID എന്നാണ് അല്ലെ. A into VID അല്ലെങ്കിൽ A എന്ന് പറഞ്ഞാൽ ഗെയിൻ അല്ലെ. A എന്ന് പറഞ്ഞാൽ ഗെയിൻ ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു V0 by VID എന്ന് വരും അല്ലെ. V0 divided by VID. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ VID 1 A എന്ന് പറയുന്നത് 10 ആയിട്ട് ഞാൻ എടുത്തു, 10 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ VID ഇൻപുട്ട് വോൾട്ടേജ് 1 ആകുന്ന സമയത്ത് എന്ത് വരും? ഔട്ട്പുട്ട് 10 വരും അല്ലെ, 10 വരും. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് ഞാൻ ഒരു 1 കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ 10 കിട്ടി. ഇൻപുട്ട് ഞാൻ 2 കൊടുത്തു. 2 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് വന്നു? 2 കൊടുക്കുമ്പോൾ 2 into 10 20 വന്നു അല്ലെ. 2 എനിക്ക് 20 വന്നു. 2 എനിക്ക് 20 വന്നു അല്ലെ. ഇതിന്റെ സ്ലോപ്പ് നോക്കി നോക്കൂ. ഈ കേസിൽ ഇത്രയും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ട്രയാങ്കിൾ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഇത് 10/1 ആണ്. 10/1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് 10 ആണ്. ഇനി അടുത്ത നമ്മൾ ഇവിടെ എടുത്ത് നോക്കാം. ഇതിന്റെ ഇടയിൽ നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചു അല്ലെ. ഇത് എത്രയാണ്? ഇത് 10 ആണ്. ഇത് എത്രയാണ്? ഇത് 1 ആണ്. സോ 10/1. ഇതെപ്പോഴും ഈ സ്ലോപ്പ് ഇതെപ്പോഴും എന്താണ്? 10 ആണ്. 10 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗെയിൻ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ വന്നു. ഇതിങ്ങനെ ഇവിടെ എത്തി. ഇവിടെ ഞാൻ 10 ആണ്. 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടി? ഇവിടെ നമുക്ക് 100 അല്ലെ. 100 കിട്ടി. 100 വരെ നമുക്ക് പോവാം. 10 into 10 എന്ന് പറയുമ്പോൾ 100 വരെ നമുക്ക് ഇവിടെ പോകൂല. ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് വിൽ ബി ലിമിറ്റഡ് ടു പ്ലസ് VSAT ആൻഡ് മൈനസ് VSAT എന്ന് പറയും. അപ്പൊ നമുക്ക് ഇത് എത്രയാണ്? VSAT എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 15 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് എവിടെ വരെ പോവുള്ളൂ? ഇവിടെ വരെ പോവുള്ളൂ. ഇവിടെ വെച്ചിട്ട് സാച്ചുറേറ്റഡ് ആകും. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഞാൻ 50 ആയിട്ട് എടുക്കുവാണെങ്കിലോ, VSAT 50 ആയിട്ട് എടുക്കുവാണെങ്കിലോ, അപ്പൊ ഇവിടെ എനിക്ക് 5 വരെ വോൾട്ടേജ് കൊടുക്കും. അപ്പൊ ഇത് 5 ആയിരിക്കും. അപ്പൊ 5 into 10 എന്ന് പറയുമ്പോൾ 50. അപ്പൊ ഇവിടെ 50 വരെ നമുക്ക്. അപ്പൊ 50ൽ ഇത് സാച്ചുറേറ്റഡ് ആകും.
അതായത് എപ്പോഴും നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി സാച്ചുറേറ്റഡ്. പോസിറ്റീവ് സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ലെസ് ദാൻ വി സി സി ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി സി സി ആയിരിക്കും. അതുപോലെ നെഗറ്റീവ് സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മൈനസ് വിഇഇ ആണ്, മൈനസ് വിഇ അല്ലെങ്കിൽ ലെസ് ദാൻ മൈനസ് വിഇ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിലത് സാച്ചുറേറ്റഡ് ആകും. അതിന്റെ ഇടയിലുള്ള റീജിയനെയാണ് നമ്മൾ ലീനിയർ റീജിയൻ എന്ന് പറയുന്നത്. അതായത് സ്ലോപ്പ് എ ആയിട്ട് വരുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ റീജിയൻ. അപ്പൊ ഈ ലീനിയർ റീജിയനിലാണ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുള്ളൂ. സാച്ചുറേറ്റഡ് റീജിയനിൽ നമുക്ക് ആംപ്ലിഫിക്കേഷൻ ഇല്ല, അവിടെ നമുക്ക് സാച്ചുറേഷൻ ആയി. ഓക്കെ, അപ്പൊ ഓപ്പ് ആമ്പ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ലീനിയർ റീജിയനിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കണം, അപ്പോഴാണ് അത് ആംപ്ലിഫിക്കേഷൻ വരുള്ളൂ. സാച്ചുറേറ്റഡ് റീജിയനിലേക്ക് പോയാൽ നമുക്ക് അവിടെ ആംപ്ലിഫിക്കേഷൻ വരുന്നില്ല. ഇതാണ് അതിന്റെ ഐഡിയൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഐഡിയൽ ട്രാൻസ്ഫർ കർവ്, ഇൻപുട്ട് വോൾട്ടേജ് വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, സാച്ചുറേഷൻ ഉണ്ട്. പോസിറ്റീവ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് വി സാറ്റ് ആണ്, ഇറ്റ് ഇസ് ലെസ് ദാൻ വി സി സി. മാക്സിമം ആണ് നമുക്ക് വി സി സി വരുന്നത്, അതിനെക്കാട്ടും താഴെ നിൽക്കുള്ളൂ. അതുപോലെ തന്നെ നെഗറ്റീവ് സാച്ചുറേഷനിൽ നെഗറ്റീവ് വി സാറ്റ് എന്നാണ് നമ്മൾ പറയുക, ഇറ്റ് ഇസ് അപ് ടു വി സി സി മൈനസ് വിഇ വരെ, അല്ല അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല. അതിന്റെ ഇടയിലുള്ള റീജിയനെ നമ്മൾ ലീനിയർ റീജിയൻ എന്ന് പറയുന്നു എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ഓർക്കും. ഇതാണ് ഐഡിയൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ അത്രയും കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഇത്രയും നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബ്ലോക്ക് ഡയഗ്രാം പറഞ്ഞു. ബ്ലോക്ക് ഡയഗ്രാമത്തിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ ആംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അതിന്റെ ഈക്വലന്റ് സർക്യൂട്ട് നമ്മൾ പറഞ്ഞു, ഐഡിയൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ മിസ്. ഹലോ, പറഞ്ഞു മിസ്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടെ ചോദിക്കണമെന്നേ ഉള്ളൂ. ഇതൊരു വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാലോ അല്ലെ ഈ ഓപ്പാമ്പിനെ? പിന്നെ നമ്മുടെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ അല്ലേ എന്ന് പറയുന്നത്, നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ അല്ലേ എന്ന് പറയുന്നത്? അതെ അതെ. ഓക്കെ, അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. നമുക്ക് ഫീഡ്ബാക്ക് പഠിക്കാനുണ്ട്, അപ്പൊ അവിടെ ക്ലോസ് ലൂപ്പ് ഗെയിൻ എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ മിസ്, ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് അതിന്റെ പാരാമീറ്റേഴ്സ്, ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഓഫ് ഓപ്പ് ആമ്പ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പാരാമീറ്റേഴ്സ്. അപ്പം നമുക്ക് ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഓഫ് ഓപ്പ് ആമ്പ് ആർ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. എന്താണ് ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണ്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്താണ്, ഇൻപുട്ട് ബയാസ് കറണ്ട് എന്താണ്, കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്താണ്, സപ്ലൈ വോൾട്ടേജ് റിജക്ഷൻ റേഷ്യോ എന്താണ്, തെർമൽ ഡ്രിഫ്റ്റ്, സ്ലൂ റേറ്റ്, ഇതൊക്കെ ഓപ്പ് ആമ്പിന്റെ പാരാമീറ്റേഴ്സ് ആണ്. ഓപ്പ് ആമ്പ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാം. ഒരു 3-4-5 ക്വസ്റ്റ്യൻസ് ചെയ്യാം, ബാക്കിയുള്ളത് നമുക്ക് MCQ ആയിട്ട് നമുക്ക് തരാം. അപ്പൊ അതിൽ ആദ്യത്തെ പാരാമീറ്റർ ആണ് ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഡിനോട്ടഡ് ബൈ VOO എന്ന് എഴുതിയത്. ഒരു O ഓഫ്സെറ്റ് വോൾട്ടേജിനെ, ഒരു O ഔട്ട്പുട്ടിലെ ഓഫ്സെറ്റ് വോൾട്ടേജ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചില ടെക്സ്റ്റുകളിലൊക്കെ VOS എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് VOS എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ നൊട്ടേഷൻ എന്താണെങ്കിലും എന്താണ് അതൊന്ന് പാരാമീറ്റർ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ആണ്. എന്താണ്? ഇതാണ് നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നോക്കി നോക്കിയേ. വോൾട്ടേജ് പ്രസന്റ് അറ്റ് ദ ഔട്ട്പുട്ട് വിത്തൗട്ട് എനി ഇൻപുട്ട് അപ്ലൈഡ് ഈസ് കോൾഡ് ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. നമ്മൾ ഇൻപുട്ട് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, Vin പ്ലസിലും അപ്ലൈ ചെയ്യുന്നില്ല, Vin മൈനസിലും അപ്ലൈ ചെയ്യുന്നില്ല. അതായത് ഇത് ഗ്രൗണ്ട് ചെയ്തു, ഇതും ഗ്രൗണ്ട് ചെയ്തു. നോ ഇൻപുട്സ് ആർ അപ്ലൈഡ് അറ്റ് ടെർമിനൽസ്, ഇൻപുട്ട് ടെർമിനൽസ് അല്ലെ. ആക്ച്വലി നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗെയിൻ ടൈംസ് ഡിഫറൻസ് അല്ലെ, VID എന്നാണ് പറഞ്ഞത്. VID is equal to Vin plus minus Vin minus ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒന്നും അപ്ലൈ ചെയ്തില്ല, അല്ലെങ്കിൽ രണ്ടും 0 ആയിട്ട് വെക്കുമ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഡിഫറൻസ് ഈസ് 0 അല്ലെ. ഡിഫറൻസ് 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വി ഔട്ടും നമുക്ക് A ടൈംസ് VID എന്ന് പറയുന്നത് നമുക്ക് 0 വരണം അല്ലെ. അപ്പൊ ഐഡിയൽ കേസിൽ when no inputs are applied, ഔട്ട്പുട്ട് ഷുഡ് ബി 0 ആണ് അല്ലെ.
പക്ഷേ ദർ വിൽ ബി സം ഔട്ട്പുട്ട്. അതിന്റെ റീസൺ എന്താണ്? ബിക്കോസ് നമ്മൾ ഈ ഓപ്പാമ്പ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ സർക്യൂട്ട് കമ്പോണൻസും കൊണ്ടാണ് അല്ലെ. അവിടെ റെസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വരാം. ആ സർക്യൂട്ട് കമ്പോണൻസ് ഒന്നും ഐഡിയൽ അല്ല. അതുകൊണ്ട് വിതൗട്ട് ഇൻപുട്ട് അപ്ലൈഡ് ടു ദിസ് ഓപ്പാമ്പ് ദർ വിൽ ബി സം ഔട്ട്പുട്ട് പ്രസന്റ് ഇൻ ദ ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് ദി ഓപ്പാമ്പ്. അപ്പൊ അതിനെയാണ്, ആ ഔട്ട്പുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫ്സെറ്റ് വോൾട്ടേജ്, ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിലും നമുക്ക് ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ടില് എന്തുണ്ടാകും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? അത് ശരിക്കും നമുക്ക് ഉണ്ടാവുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഒരു പ്രാക്ടിക്കൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി കമ്പോസ്ഡ് ഓഫ് സർക്യൂട്ടൽ എലമെന്റ്സ് ആൻഡ് അതെല്ലാം ഐഡിയൽ അല്ല. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ടാവുന്നത് ഔട്ട്പുട്ടിൽ. സോ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഡ്യൂ ടു 2 ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സ്റ്റേജസ് ഇൻ ഓപ്പാമ്പ് അല്ലെ. നമുക്ക് 2 ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സ്റ്റേജസ് കണ്ടു. അവിടെയാണ് നമുക്ക് ഈ ഓഫ്സെറ്റ് വോൾട്ടേജിന്, ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിന് കാരണമായിട്ടുള്ള കമ്പോണൻസ് ഐഡിയൽ അല്ലാത്ത രീതിയിലുള്ള കമ്പോണൻസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വോൾട്ടേജ് പ്രസന്റ് അറ്റ് ദ ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് ദി ഓപ്പാമ്പ് വിതൗട്ട് എനി ഇൻപുട്ട് അപ്ലൈഡ് വോൾട്ടേജ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് ഔട്ട്പുട്ട് ഓഫ്സെറ്റ്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് നോക്കാം. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വി ഇൻ പ്ലസും മൈനസും നമ്മൾ ഗ്രൗണ്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും എന്ന് പറഞ്ഞു അല്ലെ. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഐഡിയൽ അല്ലാത്ത കമ്പോണൻസ് ഉള്ളത് കാരണമാണ് നമുക്ക് അങ്ങനെ വരണേന്ന് പറഞ്ഞു. ഇനി നമ്മൾ ആക്ച്വലി നമുക്ക് എന്തായിരുന്നു വേണ്ടത്? ഇവിടെ ഇൻപുട്ട് കൊടുത്തില്ലെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ് വേണ്ടത്. ഓൾറെഡി ഒരു ചെറിയ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഓഫ്സെറ്റ് വോൾട്ടേജ് വരുന്നത് കാരണം അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ടിൽ നമ്മൾ ഒരു വോൾട്ടേജ് കൊടുക്കും. ആ വോൾട്ടേജിനെ ദാറ്റ് മേ ബി അപ്ലൈഡ് ടു ഐദർ വി ഇൻ പ്ലസ് അല്ലെങ്കിൽ വി ഇൻ മൈനസ് നമ്മൾ ഈ ഇൻപുട്ട് ടെർമിനലിൽ കൊടുക്കും ഒരു സപ്ലൈ വോൾട്ടേജ്. അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ VIO അല്ലെങ്കിൽ നമ്മൾ VIS എന്നൊക്കെ പറയും. ഓക്കെ, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. അപ്പൊ അവിടെ നോക്കിയേ, വെൻ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആർ ഗ്രൗണ്ടഡ്. ഇത് രണ്ടും ഗ്രൗണ്ട് ചെയ്യുമ്പോൾ, അതാണ് നമ്മൾ മുന്നത്തെ കേസ് അല്ലെ. ഇത് രണ്ടും നമ്മൾ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ എന്താണ്? ഐഡിയലി ഔട്ട്പുട്ട് മസ്റ്റ് ബി 0 നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ബട്ട് പ്രാക്ടിക്കലി ഡ്യൂ ടു 2 സ്റ്റേജസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് എ സ്മോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്പിയേഴ്സ് അറ്റ് ദ ഔട്ട്പുട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഔട്ട്പുട്ട് വോൾട്ടേജിനെയാണ്, ഈ സ്മോൾ ഔട്ട്പുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് VOO എന്ന് പറയുന്നത് അല്ലെ. അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ടു നള്ളിഫൈ ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് സം വോൾട്ടേജ് ഈസ് റിക്വയർഡ് ടു ബി അപ്ലൈഡ് ടു ഐദർ ഓഫ് ദ 2 ഇൻപുട്സ് അല്ലെ. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്സ് ടെർമിനലിൽ നമ്മൾ ഈ ഔട്ട്പുട്ടിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ആ വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അറ്റ് എനി ഓഫ് ദ ഇൻപുട്ട് ടെർമിനൽ ടു നള്ളിഫൈ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ലാസ്റ്റ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാൻ സമയം തരാം. അടുത്തത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ആണ്, IIO. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് IIO. അതെന്താണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ ഈ ഓപ്പാമ്പിന്റെ ഈക്വലന്റ് ഡയഗ്രാം പറഞ്ഞ സമയത്ത് നമ്മൾ ഇൻപുട്ട് സൈഡിൽ നമുക്കൊരു ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇവിടെ എന്താണ്? ഇൻഫൈനൈറ്റ് ആണ് ഐഡിയൽ കേസിൽ, അല്ലെങ്കിൽ വെരി ഹൈ വാല്യൂ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഐഡിയൽ കേസിലാണെങ്കിൽ ഇവിടെ ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആണെങ്കിൽ എന്താണ്? ഒരിക്കലും ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല അല്ലെ. ഒരു ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ കഴിയുമോ? ഇല്ല. കറണ്ട് ഷുഡ് ബി 0 ആയിരിക്കണം. ഈ I പ്ലസും I മൈനസും 0 ആയിരിക്കണം. പക്ഷെ അങ്ങനെ ഐഡിയൽ ആയിട്ടുള്ള കേസ് അല്ലെങ്കിൽ ഓപ്പാമ്പ് നമുക്ക് പ്രാക്ടിക്കലി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു ഹൈ വാല്യൂ ഉള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ട്, വളരെ സ്മോൾ കറണ്ട് അവിടെ ഉണ്ടാകും. ഓക്കെ, ആ കറണ്ടിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ആൾജിബ്രൈക് ഡിഫറൻസ് ബിറ്റ്വീൻ currents flowing into the inverting and non-inverting terminals is called the input.
ഇതാണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. അതിലൂടെ അതിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ I പ്ലസ് എഴുതി. ഇത് നോൺ ഇൻവേർട്ടിംഗ് ആണ്, സോറി ഇത് ഇൻവേർട്ടിംഗ് ആണ്. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I മൈനസ് എഴുതി. ദ ഡിഫറൻസ് ബിറ്റ്വീൻ I പ്ലസ് ആൻഡ് I മൈനസ് ഈസ് കോൾഡ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്. ഐഡിയലി നമുക്ക് ഇത് എന്തായിരിക്കണം? ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്. ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ പാടില്ല അല്ലെ? ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ? റെസിസ്റ്റൻസ് ഉണ്ട് RI ഉണ്ട്. ഈ RI എന്ന് പറഞ്ഞാൽ ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റി ആണ്. പ്രാക്ടിക്കൽ കേസിലാണെങ്കിൽ വെരി ലാർജ് വാല്യൂ ആയിരിക്കും. ഇൻഫിനിറ്റി ആണെങ്കിൽ ഈ I പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ, ഇഫ് RI is equal to ഇൻഫിനിറ്റി ആണെങ്കിൽ I പ്ലസ് ഈക്വൽ ടു I മൈനസ് ഈക്വൽ ടു 0 ആണ്. കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യാൻ പാടില്ല. ആൻഡ് RI വെരി ലാർജ് ആണെങ്കിൽ എന്താണ്? ഇംപ്ലൈസ് I പ്ലസ് ഈക്വൽ ടു I മൈനസ് ഈസ് ടു സ്മോൾ വാല്യൂ. ഒരു സ്മോൾ കറണ്ട് ഫ്ലോ ചെയ്യും, സ്മോൾ വാല്യൂ അല്ലെ? ആ സ്മോൾ കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ ഓൾജിബ്രിക് ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയലി ദിസ് should be 0 as the input impedance is very large, but practically some currents goes into the input അല്ലെ? കാരണം ഇത് വെരി ലാർജ് ആണ്, അതുള്ളത് കൊണ്ട് തന്നെ, ഇൻഫിനിറ്റി അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യും. അതിനെയാണ് നമ്മുടെ ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ഡിഫറൻസിന് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി അടുത്ത കേസ്, അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ട് ബയാസ് കറണ്ട് ആണ്. ഇൻപുട്ട് ബയാസ് കറണ്ട് എന്താണ്? ഇപ്പൊ നമ്മൾ ഈ I പ്ലസ് I മൈനസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ചെറിയൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ഡിഫറൻസിനെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ആവറേജിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻപുട്ട് ബയാസ് കറണ്ട്. സോ ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ദ കറന്റ്സ് ദാറ്റ് ഫ്ലോ ഇൻടു ദ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽസ് ഓഫ് ദ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ആവറേജ് കറണ്ട്, ആവറേജ് ഓഫ് ദ നോൺ ഇൻവേർട്ടിംഗ് ആൻഡ് ഇൻവേർട്ടിംഗ് കറന്റ്സ് I പ്ലസ് പ്ലസ് I മൈനസ് ഡിവൈഡഡ് ബൈ 2. അതാണ് ഇൻപുട്ട് ബയാസ് കറണ്ട്. ഇനി അടുത്ത പാരാമീറ്റർ കോമൺ മോഡ് ഗെയിൻ ആണ്. കോമൺ മോഡ് ഗെയിൻ എന്താണ്? നമ്മൾ ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആണെന്ന് പറഞ്ഞു അല്ലെ? V പ്ലസ് ഉണ്ട്, V ഇൻ പ്ലസ് ഉണ്ട്, V ഇൻ മൈനസ് ഉണ്ട്. ഈ V ഇൻ പ്ലസും V ഇൻ മൈനസും കോമൺ ആക്കുന്നു. കോമൺ അതായത് നമ്മൾ സെയിം സിഗ്നൽ തന്നെ ഈ രണ്ട് ടെർമിനലിലേക്കും അപ്ലൈ ചെയ്യുന്നു അല്ലെ? ആ കോമൺ സിഗ്നലിനെയാണ് നമ്മൾ VCM എന്ന് പറയുന്നത്, കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ്. കോമൺ മോഡ് CM, കോമൺ മോഡ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് VCM എന്ന് പറയുന്നത്. സോ വെനെവർ വി ആർ അപ്ലൈങ് കോമൺ മോഡ് ഇൻപുട്ട് ടു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ ടു ഓപ്പ് ആമ്പ്, നമുക്ക് എന്തായിരിക്കണം ഔട്ട്പുട്ട് കിട്ടേണ്ടത്? ആ ഔട്ട്പുട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ കോമൺ മോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് VOCM എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കണം VOCM? VOCM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പൊ കോമൺ സിഗ്നൽ ആകുമ്പോൾ VOCM ഐഡിയലി നമുക്ക് എന്തായിരിക്കും? 0 ആയിരിക്കണം അല്ലെ? VOCM എന്ന് പറയുന്നത് 0 ആയിരിക്കണം ഐഡിയൽ കേസിൽ. പക്ഷെ പ്രാക്ടിക്കലി നമുക്കത് 0 കിട്ടില്ല. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ ഡിഫറൻഷ്യൽ സ്റ്റേജസ് അല്ലെ? നമുക്ക് രണ്ട് ഡിഫറൻഷ്യൽ സ്റ്റേജസ് ഉണ്ട്, ആംപ്ലിഫയർ സ്റ്റേജസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഗ്രൗണ്ട് അല്ലെങ്കിൽ 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ വോൾട്ടേജ് വരുന്നു. ഇവിടെയും 0 പോലെ തന്നെയാണ് അല്ലെ? ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഇൻപുട്ട് വോൾട്ടേജ് 0 ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാകും. അപ്പൊ കോമൺ മോഡ് ഇവിടെ നമ്മൾ 0 അല്ല കൊടുക്കണേ, ഇവിടെ 1 വോൾട്ട് ആണ് കൊടുക്കണമെങ്കിൽ ഇവിടെയും 1 വോൾട്ട്, അപ്പൊ ഡിഫറൻസ് 0 വരും. അപ്പൊ അങ്ങനെ വരുന്ന ഔട്ട്പുട്ട് സിഗ്നലിനെയാണ് നമ്മൾ കോമൺ മോഡ് ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി അതിന്റെ റേഷ്യോ അല്ലെ? ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ VOCM ബൈ VCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ഗെയിൻ അല്ലെ? ഗെയിൻ ആണ്. ആ ഗെയിനെയാണ് നമ്മൾ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത്. കോമൺ മോഡ് ഗെയിൻ അങ്ങനെ സാധാരണ ACM എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ACM is common mode. So when the same input voltage is applied to both input terminals of op amp is said to be operating in common mode configuration. So common mode gain ACM will be equal to VOCM by VCM. So that's common mode gain. ഇനി അടുത്തത്, ഇതിൽ നമ്മൾ ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞില്ലേ, ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓപ്പാമ്പിലേക്ക് പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, നമ്മൾ ഡിഫറൻസ് ഇൻപുട്ട് അപ്ലൈ ചെയ്യണം. ഇവിടെ V1 ഇവിടെ V2 അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ സപ്ലൈ ഉണ്ട്, VCC മൈനസ് VEE ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഔട്ട്പുട്ടിൽ നമുക്ക് V1 മൈനസ് V2 ടൈംസ് A കിട്ടും. ഇതാണ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ.
അപ്പൊ ഇവിടെ ഈ എ ഡിഫറൻഷ്യൽ എ ഡി എന്നാണ് പറയുക. എ ഡി ഇസ് ഈക്വൽ ടു വി ഒ ഡിവൈഡഡ് ബൈ വി വൺ മൈനസ് വി ടു, അല്ലെങ്കിൽ വി ഒ ഡിവൈഡഡ് ബൈ വി ഐ ഡി എന്ന് പറയും. അപ്പൊ ഇത് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് കാരണം ഇനി വീണ്ടും പറയാത്തത് കേട്ടോ. സോ ദിസ് ഇസ് ഡിഫറൻഷ്യൽ ഗെയിൻ. ഡിഫറൻഷ്യൽ ഗെയിൻ, ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ എന്നോ ഒക്കെ പറയാം. അടുത്തത് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ്. അപ്പൊ നമ്മൾക്ക് കോമൺ മോഡ് എന്ന് പറയുന്നത് ഇവിടെ കോമൺ മോഡ് 0 ആണ് ഐഡിയലി വേണ്ടത് അല്ലെ, വി ഒ സി എം 0 ആണ് ഐഡിയലി വേണ്ടത്. പക്ഷെ അവിടെ നമുക്ക് ചെറിയൊരു വാല്യൂ ഉണ്ടാകും നമ്മൾക്ക്. അപ്പം എന്താണ് ശരിക്കും ഐഡിയൽ കേസിലേക്കാണ് വരേണ്ടത് അല്ലെ. അപ്പൊ ഈ കോമൺ മോഡ് ഗെയിൻ എന്താവണം, 0 ആവണം അല്ലെ. അപ്പൊ ആ കോമൺ മോഡിനെ റിജക്ട് ചെയ്യുക, എത്രത്തോളം റിജക്ട് ചെയ്യാൻ ഓപ്പാമ്പിന് എബിലിറ്റി ഉണ്ട്, അതിന്റെ ഒരു പാരാമീറ്റർ, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡിഫറൻഷ്യൽ ഗെയിൻ ആൻഡ് കോമൺ മോഡ് ഗെയിൻ. ഡിഫറൻഷ്യൽ ഗെയിനിന്റെയും കോമൺ മോഡ് ഗെയിനിന്റെയും റേഷ്യോ ആണ് CMRR എന്ന് പറയുന്നത്. സോ CMRR ഇസ് ഈക്വൽ ടു AD ഡിവൈഡഡ് ബൈ ACM ആണ്. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഓപ്പാമ്പ് ടു റിജക്ട് കോമൺ മോഡ് അല്ലെ, അങ്ങനെയും പറയാം. ഇവിടെ ആ ഒരു ഡെഫിനിഷൻ കൂടി എഴുതുവാണെങ്കിൽ ഇറ്റ് ഈസ് the ability of op-amp to reject common mode signal. കോമൺ മോഡ് സിഗ്നലിനെ റിജക്ട് ചെയ്യാനുള്ള ഓപ്പാമ്പിന്റെ എബിലിറ്റിനെ നമുക്ക് CMRR എന്ന് പറയാം. അപ്പൊ ഐഡിയൽ കേസിൽ എന്ത് വേണം, കോമൺ മോഡ് 0 ആവണം. കോമൺ മോഡ് 0 ആവുകയാണെങ്കിൽ ഐഡിയൽ കേസിൽ CMRR എന്ത് വരും, AD by 0 അല്ലെ. സംതിങ് ഡിവൈഡഡ് ബൈ 0 വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ CMRRന്റെ ഐഡിയൽ വാല്യൂ എന്താണ്, ഇൻഫിനിറ്റി വരണം ഐഡിയൽ കേസിൽ. ഓക്കെ, ഐഡിയൽ വാല്യൂ ഇൻഫിനിറ്റി വരണം. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അതിന്റെ ഇക്വേഷൻസ് ഒക്കെയാണ്. കോമൺ മോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിൽ നമ്മൾ രണ്ട് ടെർമിനലിലും സെയിം സിഗ്നൽ അപ്ലൈ ചെയ്യുന്നു. So you will get some output VOCM. It is called common mode output voltage. Ratio of this output to this input is called common mode gain ACM. So ACM is equal to VOCM by VCM. Similarly, if you are applying different inputs to non-inverting and inverting terminal of op-amp, then it will amplify the difference of the signal Vin plus minus Vin minus. അതിനെ നമ്മൾ വേണമെങ്കിൽ VID എന്ന് പറയും. So what is Vout? Vout is equal to AD into VID, where VID is Vin plus minus Vin minus. Okay, and this AD is called differential gain. It is Vout divided by Vin plus minus Vin minus. So the differential gain. Ratio of differential gain to common mode gain is CMRR. But differential gain AD ആണ്, common mode gain ACM ആണ്, അതിന്റെ റേഷ്യോ ആണ് CMRR എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് CMRR കാണാനായിട്ട് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി ചിലപ്പോൾ നമുക്ക് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജും കോമൺ മോഡ് വോൾട്ടേജും തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് CMRR കാണാം. അതിനുള്ള ഇക്വേഷൻ ആണ് വി ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ VIO ഡിവൈഡഡ് ബൈ VCM. അത് ചെയ്താലും നമുക്ക് CMRR കിട്ടും. ഇത് നമ്മൾ അങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്യുന്നതല്ല, ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ. CMRR is equal to AD by ACM എന്നുള്ളത്. And its ideal value will be infinity ആണെന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കും.